ആവേശകരമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലും, വയനാട്ടിലും ചേലക്കരയിലും. ഒരുപക്ഷേ ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് ചേലക്കരയിലാകും, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ചേലക്കരയിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി എന്നോടൊപ്പം ബിനീഷ് കൊട്ടാരത്തിൽ കൂടി ചേരുന്നുണ്ട്. ബിനീഷ്, ഞാൻ ഈ വാക്ക് സൂചിപ്പിക്കാനുള്ള കാരണം അറിയാമല്ലോ, ഒരു ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. കാലങ്ങളായിട്ട് 10-25 വർഷമായിട്ട് ചുവന്നിരുന്ന ആ മണ്ഡലം ഇനി അത് മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഈ മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഒരു കോൺഗ്രസിൻ്റെ തരംഗമുണ്ടായെങ്കിലും അത് കാലക്രമേണ മാറി അത് ചുവപ്പ് കോട്ടയായി മാറുകയായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിനുള്ളത്. അവിടെ പ്രദീപ് കുമാർ ജയിക്കും എന്ന ഒരു നിലപാടിലേക്കും അവരെത്തുന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് UDF ഒരു തരംഗമുണ്ടാക്കുമെന്ന ഒരു ആവേശമാണ്. അറിയാവുന്ന ഇപ്പോഴത്തെ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെയാണ് അവർ കൂടുതലും ആത്മവിശ്വാസത്തിൽ പ്രകടിപ്പിക്കുന്നത് UDF. അപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ നല്ല സന്തോഷവും ഉണ്ടാകാം. അതുകൊണ്ട് പിന്നെ BJP അത് മാറ്റി പറയാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന സുരേഷ് ഗോപിയുടെ വിജയം പൂരം കലക്കി എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയാണോ തൃശ്ശൂർ ആ വിജയം ഉണ്ടായത് അത് ചേലക്കരയിലും ഒരുപക്ഷെ ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുമുണ്ട്. പക്ഷേ ഇതൊക്കെ മാറി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഏറ്റവും കൂടുതലും നമുക്കതിനോട് എടുത്തു പറയാമെന്ന് തുടക്കത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ LDF അവിടെ ഒരുങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ LDF അത് ലക്ഷ്യം വച്ചു എന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം കെ രാധാകൃഷ്ണനെ MP ആയി അപ്പുറത്ത് ആലത്തൂരിൽ മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റിനെ അവർ മാറ്റുന്നു. അത് അഥവാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ സീറ്റ് അവർക്ക് തിരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? അങ്ങനെ തന്നെ നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായും ഈ ആത്മവിശ്വാസത്തെക്കുറിച്ച് തന്നെയായിരിക്കും നമുക്ക് ഈ മണിക്കൂറുകളിൽ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ആകാം രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ചർച്ചയാക്കേണ്ടത്. എങ്ങനെ വിലയിരുത്തുന്നു ബിനീഷ്? രാജേഷ്, തീർച്ചയായിട്ടും ചേലക്കരയിലാണ് രാഷ്ട്രീയ പോരാട്ടം യഥാർത്ഥത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇടതുപക്ഷം ആ സീറ്റ് ഒഴിയുകയും കെ രാധാകൃഷ്ണനെ ആലത്തൂർ മണ്ഡലം പിടിക്കുവാനായി ചുമതലപ്പെടുത്തുകയും അതിൽ വിജയിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ രാജേഷ് സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. ജനങ്ങൾ എങ്ങനെ ഇത്തവണ ചിന്തിക്കുന്നു എന്നറിയാൻ ഒരു രാഷ്ട്രീയ ടെസ്റ്റ് നടക്കുന്നത്, അവിടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചേലക്കരയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ നിർണായകമാണ്. ഇവിടെ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ നേരത്തെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇടതുപക്ഷ മണ്ഡലം തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഈ മണ്ഡലം പിടിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല എന്ന് മുഖ്യമന്ത്രി പോലും അവിടെ വന്ന് ഉറപ്പ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ 3 കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും അതിലേറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ചേലക്കരയിലാണ്. കാരണം ചേലക്കരയിൽ ആര് ജയിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. ചേലക്കരയിൽ ഇടതുപക്ഷം ജയിച്ചാൽ ഈ ഭരണത്തിന് ജനങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ടാവും. അതേസമയം ചേലക്കരയിൽ ഇടതുപക്ഷം തോക്കുകയും UDF ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന വിലയിരുത്തൽ വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. ആ വികാരമാണ് ഇവിടെ പ്രതിഫലിച്ചത് വരും. അങ്ങനെ ഏത് തരത്തിൽ അവിടെ ഒരു ഫലം വന്നാലും അത് ഈ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3 മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പോരാട്ടം നടന്ന ചേലക്കരയിലെ ഓരോ വോട്ടും മുന്നണികൾക്ക് വളരെ നിർണായകമാണ്. BJP അവിടെ ഒരു നിർണായകമായ ഘടകമാണ്. വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും BJP പിടിക്കുന്ന വോട്ടും അവിടെ രാഷ്ട്രീയത്തെ വിലയിരുത്തപ്പെടും. കാരണം പ്രത്യേകിച്ച് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് BJPയിലേക്ക് കൂടുതൽ വോട്ടുകൾ വന്നാൽ അതും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചന നൽകും. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും നിർണായകമായ, അല്ലെങ്കിൽ ജനങ്ങൾ വിലയിരുത്തുന്നതിനെ രാഷ്ട്രീയപരമായും ഈ കേരളത്തിൻ്റെ വിലയിരുത്തലായി മാറുന്ന മണ്ഡലം എന്നുള്ള നിലയിലാണ് ചേലക്കരയെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചേലക്കരയിൽ ഇത്രയധികം വലിയൊരു പോരാട്ടം നടക്കുന്നത്. നമുക്കറിയാം, മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയാൽ അവിടെയൊക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വിജയം ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഏറ്റവും നിർണായകമാകുന്നത് ചേലക്കരയാണ്. വയനാട്ടിൽ നമുക്കറിയാം, വയനാട്ടിൽ ഏകപക്ഷീയമായ ഒരു വിജയത്തിനൊക്കെ സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചേലക്കരയിൽ അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം നമുക്കറിയാം, അവിടുത്തെ പോളിംഗ് ശതമാനം പോലും, കാരണം ഇടതുപക്ഷത്തിന് അവിടെ സാധാരണ പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് UDFന് അനുകൂലമാകും എന്ന് പറയും. പക്ഷേ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വോട്ട് കൂടുതൽ വീഴുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം രാഷ്ട്രീയപരമായി ഇടതുപക്ഷം തങ്ങളുടെ മുഴുവൻ ശക്തിയും പ്രയോജനപ്പെടുത്തുന്ന ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയ മണ്ഡലമാണ് ചേലക്കര. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ വോട്ടും പോകരുതെന്ന തരത്തിൽ താഴെത്തട്ടിൽ തന്നെ വളരെ ഗൗരവമായി സജീവമായൊരു പ്രവർത്തനമാണ് ഇടതുമുന്നണി അവിടെ
കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UDF സംബന്ധിച്ചും വളരെ നിർണായകമാണ്. രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം അതിലും നിർണായകമാണ്. കാരണം 2019 ലോക്സഭയിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അതിനുശേഷം 24 വരുമ്പോൾ ലോക്സഭയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ചേലക്കരയിൽ ഉണ്ടായത്.